ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിശേഷണങ്ങളും എഴുത്തുകാരുമാണ്. അപ്പൊ മലയാളം ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. മലയാളം എന്ന് പറയുമ്പോൾ മലയാളം ഭാഗത്ത് നിന്ന് ഈ സാഹിത്യം റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെ കുറവാണ്. പക്ഷെ കലാ, സാഹിത്യം, സംസ്കാരം ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മാർക്ക് ഉള്ളതുകൊണ്ട് മലയാളവും ഈ സാഹിത്യ ഭാഗവും കൂടി നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, അപ്പൊ അതിനകത്ത് വിശേഷണങ്ങളും എഴുത്തുകാരും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ അത് നമ്മുടെ PSC ബുള്ളറ്റിൻ വന്നിട്ടുള്ളത് മാത്രം എടുത്തിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നോക്കാം, കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. അപ്പോ നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്രാമർ പുസ്തകം ഒക്കെ ആദ്യമായിട്ട് എഴുതിയത് ആരാണ്? AR രാജരാജവർമ്മയാണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കേരള പാണിനി എന്ന് വിളിക്കുന്നത്, AR രാജരാജവർമ്മ. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ONV കുറുപ്പാണ്. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ONV കുറുപ്പാണ്. ഇനി കേരള മയക്കോവ്സ്കി ഒക്കെ അന്താരാഷ്ട്ര ഇന്റർനാഷണൽ ഓതേഴ്സ് ആണ്. അപ്പൊ അവരുടെ പേരിൽ അറിയപ്പെടുന്ന, അവരുടെ ഒരു രചനാ രീതിയൊക്കെ വെച്ചിട്ടാണ് അവർ എന്തറിയപ്പെടുന്നത്, ഈ പേരുകളിലൊക്കെ വിളിക്കപ്പെടുന്നത്. അപ്പൊ ഇതിനകത്ത് കേരള പാണിനിയൊക്കെ PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മ. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ONV കുറുപ്പാണ്. കേരള മയക്കോവ്സ്കി എന്നറിയപ്പെടുന്നത് കെടാമംഗലം പപ്പുക്കുട്ടിയാണ്. കെടാമംഗലം പപ്പുക്കുട്ടി. കേരള മാർക്ക് ട്വൈൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് കേരള മാർക്ക് ട്വൈൻ എന്നറിയപ്പെടുന്നത്. കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നത് ആരാണ്? N കൃഷ്ണപിള്ളയാണ് കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നത്. കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നത് N കൃഷ്ണപിള്ളയാണ്. കേരള എമിലി ബ്രോണ്ടി എന്നറിയപ്പെടുന്നത്, കേരളത്തിന്റെ എമിലി ബ്രോണ്ടി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മിയാണ്. മുൻ ചോദ്യമാണ്. അപ്പോൾ ഇബ്സണും ചോദിച്ചിട്ടുണ്ട്, N കൃഷ്ണപിള്ളയാണ് ആര്? ഇബ്സൺ എന്നറിയപ്പെടുന്നത്. കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് N കൃഷ്ണപിള്ള. കേരള എമിലി ബ്രോണ്ടി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മിയാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞത് നമുക്ക് ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കാം. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? AR രാജരാജവർമ്മ. കേരള പുഷ്കിൻ ആണെങ്കിലോ ONV കുറുപ്പാണ്. കേരള മയക്കോവ്സ്കി എന്നറിയപ്പെടുന്നത് കെടാമംഗലം പപ്പുക്കുട്ടിയാണ്. കേരള മാർക്ക് ട്വൈൻ ആണെങ്കിലോ വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാരാണ്. കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നത് N കൃഷ്ണപിള്ള. കേരള എമിലി ബ്രോണ്ടി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മിയാണ്. ഇനി കേരള എലിയാർ എന്നറിയപ്പെടുന്നത്, കേരള എലിയറ്റ് എന്നറിയപ്പെടുന്നത് NN കക്കാടാണ്. NN കക്കാടിന്റെ സഫലമീ യാത്ര എന്ന് പറയുന്ന പാട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ കേരള എലിയറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? NN കക്കാടാണ്. ഇനി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ അറിയപ്പെടുന്നത് കേരള ഓർഫ്യൂസ് ആണ്. കേരള ഓർഫ്യൂസ് മുൻകാല ചോദ്യ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ഇനി കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് കേരള പാണിനി, AR രാജരാജവർമ്മ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. ഇനി കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. അപ്പോ കേരള പാണിനി AR രാജരാജവർമ്മ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. ഇനി കേരള സൂർദാസ്. സൂർദാസ് എന്നറിയപ്പെടുമ്പോൾ നമുക്കറിയാം കണ്ണ് കാണാത്ത കവിയാണ് സൂർദാസ്. അപ്പൊ കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനം നമ്പൂതിരിയാണ്. ജ്ഞാനപ്പാന എഴുതിയ പൂന്താനം നമ്പൂതിരിയാണ് കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് ആരാണ്? പൂന്താനം നമ്പൂതിരിയാണ്. അടുത്തത് കേരള സ്പെൻസർ എന്നറിയപ്പെടുന്നത് രാമപ്പണിക്കരാണ്. രാമപ്പണിക്കരാണ് കേരള സ്പെൻസർ എന്നറിയപ്പെടുന്നത്. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആരാണ്? CV രാമൻ പിള്ളയാണ്. അപ്പൊ CV രാമൻ പിള്ളയാണ് ചരിത്രാഖ്യായികകളൊക്കെ എഴുതുന്ന CV രാമൻ പിള്ളയാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത്. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആരാണ്? CV രാമൻ പിള്ളയാണ്. ഇത് കേട്ടതിന് ശേഷം
നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഭാഗം ഒരു സൈഡ് നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക, ഇപ്പുറ സൈഡ് നിങ്ങൾ ഫില്ല് ചെയ്ത് നോക്കുക. മിസ്റ്റേക്ക് വന്നോട്ടെ, 2-3 പ്രാവശ്യം നിങ്ങൾ അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കംപ്ലീറ്റും പഠിച്ചെടുക്കാനായിട്ട് പറ്റും. കേരള സ്കോട്ട് CV രാമൻ പിള്ളയാണ്. അടുത്തത് കേരള നെരൂദ. പാബ്ലോ നെരൂദയെ പറ്റി കേട്ടിട്ടില്ലേ? ഈ കേരളത്തിന്റെ നെരൂദ എന്നറിയപ്പെടുന്നത് സച്ചിദാനന്ദനാണ്. കേരളത്തിന്റെ നെരൂദ എന്നറിയപ്പെടുന്നത് ആരാണ്? സച്ചിദാനന്ദനാണ്. ഇനി MT വാസുദേവൻ നായർക്ക് ഒരു വിളിപ്പേരുണ്ട്, കേരള ഹെമിംഗ് വേ എന്നാണ്. കേരള ഹെമിംഗ് വേ എന്നാണ് MT വാസുദേവൻ നായർ അറിയപ്പെടുന്നത്. ഇനി കേരള ടെന്നീസൺ എന്നറിയപ്പെടുന്നത്, അതുപോലെ കേരളത്തിന്റെ ടാഗോർ എന്നറിയപ്പെടുന്നത്, കേരളത്തിന്റെ വാൽമീകി എന്നൊക്കെ അറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള ടെന്നീസൺ, കേരള ടാഗോർ, കേരള വാൽമീകി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ നാരായണനാണ്. കേരള മോപ്പസോങ് ആരാണ്? കേരള മോപ്പസോങ് നമ്മുടെ കയറിന്റെ എഴുത്തുകാരനായ തകഴി ശിവശങ്കര പിള്ളയാണ്. തകഴി ശിവശങ്കര പിള്ളയാണ് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത്. കേരള ഹോമർ എന്നറിയപ്പെടുന്നത്, ഹോമർ പ്രശസ്തമാണ്, ഈ കേരള ഹോമർ എന്നറിയപ്പെടുന്നത് അയ്യപ്പിള്ള ആശാനാണ്. അയ്യപ്പിള്ള ആശാനാണ് കേരള ഹോമർ എന്നറിയപ്പെടുന്നത്. കേരള ചോസർ ആരാണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമ കവിയാണ്. ചീരാമ കവിയാണ് കേരള ചോസർ എന്നറിയപ്പെടുന്നത്. കേരള ജോൺ ഗന്ധർ എന്നറിയപ്പെടുന്നത്, കേരള ജോൺ ഗന്ധർ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാടാണ്. SK പൊറ്റക്കാട്. ഇനി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ PSC ബേസിക്സിന്റെ ടെലഗ്രാം ചാനലിൽ ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ വന്നിട്ട് ഇതിന്റെ ആൻസേഴ്സ് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഉള്ളത്, നിങ്ങൾ SCRT ഇതുവരെയും NCERT SCRT പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ടെലഗ്രാം, നമ്മുടെ ആപ്പ് വഴി നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ LDC എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ചൊരു അപ്ഡേഷൻ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നിർത്തി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി, അതായത് SCRT ബേസ് ചെയ്തിട്ടുള്ള മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ ബാക്കിയുള്ള GK പോർഷൻസ് കംപ്ലീറ്റ് SCRT ബേസ് ചെയ്തിട്ട് ഓരോ ഡേയിലും പഠിക്കാനുള്ള പോർഷൻസ് അനുസരിച്ചിട്ടുള്ള PDF നോട്ട്, വീഡിയോ ക്ലാസ്, പിന്നെ ഓരോ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കോഴ്സ് എടുക്കാവുന്നതാണ്. ഫ്രീ കോഴ്സ് അല്ല, പെയ്ഡ് ആണ്. 800 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് പോകാം. കേരള ചോസർ വരെയാണ് പറഞ്ഞത്. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ്? ചീരാമ കവിയാണ്. ചീരാമ കവി. കേരള ജോൺ ഗന്ധർ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാടാണ്. കേരള ജോൺ ഗന്ധർ എന്നറിയപ്പെടുന്നത് ആരാണ്? SK പൊറ്റക്കാടാണ്. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നതാണെങ്കിലോ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് മറ്റൊരു പേര് നമ്മൾ പഠിച്ചോ? ഇല്ല. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർക്ക് എന്ത് പഠിച്ചു? കേരള മാർക്ക് ട്വൈൻ എന്നറിയപ്പെടുന്നു. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് ആരാണ്? പൂന്താനം കവിയാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത്. ക്രൈസ്തവ കാളിദാസൻ, കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കോട്ടയം നമ്മുടെ കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. ഇനി ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ്. കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത്. പുതു മലയാണ്മ തൻ മഹേശ്വരൻ, ഇത് MK സാനുവിന്റെ ഒരു ടൈറ്റിലാണ്. ഈ പുതു മലയാണ്മ തൻ വള്ളത്തോളാണ് പുതു മലയാണ്മ തൻ മഹേശ്വരൻ എന്ന് തുഞ്ചത്തെഴുത്തച്ഛനെ എന്ത് ചെയ്തത്, പറഞ്ഞത്, വിശേഷിപ്പിച്ചത്. അപ്പൊ പുതു മലയാണ്മ തൻ മഹേശ്വരൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? തുഞ്ചത്തെഴുത്തച്ഛനാണ്. ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് നമ്മുടെ വള്ളത്തോളാണ്. ഫലിത സാമ്രാട്ട്, നമ്മുടെ മലയാളത്തിന്റെ ഫലിത സാമ്രാട്ട് ആരാണ്? കുഞ്ചൻ നമ്പ്യാറാണ്. ഇനി കേരള സൂർദാസ് എന്നറിയപ്പെടുന്ന പൂന്താനം നമ്പൂതിരിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്. ഏതാണ്? ഭക്തകവി എന്നാണ്. അപ്പൊ ഭക്തകവി എന്നറിയപ്പെടുന്നത് ആരാണ്? പൂന്താനം നമ്പൂതിരിയാണ്. പ്രകൃതി ഗായകൻ, നമുക്കറിയാം നമ്മുടെ ഓടക്കുഴലൊക്കെ എഴുതിയ പ്രകൃതി ഗായകൻ അറിയപ്പെടുന്ന G ശങ്കരക്കുറുപ്പാണ്. അപ്പൊ G ശങ്കരക്കുറുപ്പാണ് ആര്? പ്രകൃതി ഗായകൻ എന്നറിയപ്പെടുന്നത്. ദെൻ ദ്രാവിഡ പാരമ്പര്യത്തിന്റെ കവിയാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. അപ്പൊ കടമ്മനിട്ട രാമകൃഷ്ണൻ ആരാണ്?
ദ്രാവിഡ പാരമ്പര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്നതാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. മയ്യഴിയുടെ കഥാകാരനാണ്. മയ്യഴിയെ കൂടുതൽ കേന്ദ്രമാക്കിയിട്ട് കഥ എഴുതുന്ന കഥാകാരനാണ് മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദനാണ്. അപ്പൊ എം മുകുന്ദനാണ് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. ഇനി മലയാളത്തിന്റെ അരക്കവി എന്നറിയപ്പെടുന്നത് പൂനം നമ്പൂതിരിയാണ്. പൂനം നമ്പൂതിരിയാണ് അരക്കവി എന്നറിയപ്പെടുന്നത്. അരക്കവി എന്നറിയപ്പെടുന്നത് ആരാണ്? പൂനം നമ്പൂതിരിയാണ്. ഇനി മാതൃത്വത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് നമുക്കറിയാം, നമ്മുടെ മലയാളത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നത് ബാലാമണി അമ്മയാണ്. മാതൃത്വത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലാമണി അമ്മയാണ്. ഇനി മൃത്യുബോധത്തിന്റെ കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. അതുപോലെ തന്നെ പ്രകൃതി ഗായകനാണ് ജി ശങ്കരക്കുറുപ്പ്. മൃത്യുബോധത്തിന്റെ കവിയാണ് ആര്? ജി ശങ്കരക്കുറുപ്പ്. അങ്ങനെയാണെങ്കിൽ ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. ഇനി നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ആരെയാണ്? ആശയ ഗംഭീരൻ എന്നറിയപ്പെടുന്നു. നമുക്കറിയാം, ആശയങ്ങൾ കൊണ്ട് അമ്മാനമാടിയ വ്യക്തിയാണ് ആര്? കുമാരനാശാൻ. ആശയ ഗംഭീരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കുമാരനാശാനാണ്. ആശാന്റെ ആശയ ഗംഭീരൻ. അടുത്തത് ആത്മസംഘർഷങ്ങളുടെ കഥാകാരൻ ഉണ്ണികൃഷ്ണൻ പുത്തൂറാണ് ആത്മസംഘർഷങ്ങളുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, പൂനം നമ്പൂതിരിയാണ് അരക്കവി എന്നറിയപ്പെടുന്നത്. ആദികവി എന്നറിയപ്പെടുന്നത് വാൽമീകിയാണ്. വാൽമീകിയാണ് ആദികവി. ഇനി കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. ഉജ്ജ്വല ശബ്ദദാഠ്യൻ ആരാണ്? ഉജ്ജ്വല ശബ്ദദാഠ്യൻ ഉള്ളൂർ എസ് പരമേശ്വര അയ്യറാണ്. അപ്പോ ആശയ ഗംഭീരൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാൻ, ഉജ്ജ്വല ശബ്ദദാഠ്യൻ എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ്. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് നമ്മുടെ ചെറുശ്ശേരി നമ്പൂതിരിയാണ്. ചെറുശ്ശേരിയാണ് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത്. എല്ലുറപ്പുള്ള കവിതകളുടെ കവി അല്ലെങ്കിൽ എന്താണ് കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റേതാണ് കാക്കേ കാക്കേ കൂടെവിടെ കാക്കേ കൂടെവിടെ രചിച്ചത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യറാണ്. നോട്ട് ചെയ്ത് വെച്ചേക്കുക. പക്ഷെ നമ്മുടെ എല്ലുറപ്പുള്ള കവിതകളുടെ കവി, അതുപോലെ തന്നെ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ്. ഇനി വാക്കുകളുടെ മഹാബലി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ. പി കുഞ്ഞിരാമൻ നായരാണ് വാക്കുകളുടെ മഹാബലി എന്നറിയപ്പെടുന്നത്. ആരാണ്? പി കുഞ്ഞിരാമൻ നായർ. ഇനി നമ്മുടെ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നതാണ് സി വി രാമൻ പിള്ള. വാഗ്ദേവിയുടെ വീരഭടൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു. വാഗ്ദേവിയുടെ വീരഭടൻ എന്നും അറിയപ്പെടുന്നു. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ മലയാള ഭാഷയിലെ ആധുനിക കവിത്രയത്തിൽ പെട്ടവരാണ് ആരൊക്കെ? നമ്മുടെ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. അപ്പൊ ഇവരുടെ വിളിപ്പേരുകൾ അല്ലെങ്കിൽ വിശേഷണങ്ങൾ PSC പലപ്പോഴും എടുത്തെടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ അത് നമ്മൾ കാര്യമായിട്ട് പഠിച്ചു വെക്കണം. അതിൽ കുമാരനാശാനെ ആശയ ഗംഭീരൻ എന്നും, നമ്മുടെ ഉള്ളൂരിനെ ഉജ്ജ്വല ശബ്ദദാഠ്യൻ എന്നും, വള്ളത്തോളിനെ ശബ്ദസുന്ദരൻ എന്നുമാണ് വിളിക്കുന്നത്. ഇനി ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. ഇടശ്ശേരിയാണ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത്. കുഞ്ചൻ നമ്പ്യാരാണ് കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം, കവിത കൊണ്ടാണ് അദ്ദേഹം ഫലിത രൂപേണെ നമ്മുടെ കേരളത്തിന്റെ സമൂഹത്തിന്റെ കാര്യങ്ങളെല്ലാം വിശദമാക്കിയിരുന്നത്. സോ കുഞ്ചൻ നമ്പ്യാർ കവിത ചാട്ടവാറാക്കിയ കവിയാണ്. ഇനി കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി, നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലുറപ്പുള്ള കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് വൈലോപ്പള്ളി ശ്രീധര മേനോനാണ്. കുട്ടനാടിന്റെ ഇതിഹാസകാരൻ, കുട്ടനാടിനെ ഇതിവൃത്തമാക്കി കഥകൾ എഴുതിയ കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന തകഴിയാണ്. തകഴി. കൂടല്ലൂരിന്റെ കഥാകാരൻ, കേരള ഹെമ്മിംഗ്വേ എന്നറിയപ്പെടുന്ന കൂടല്ലൂരിന്റെ കഥാകാരനാണ് ആര്? MT വാസുദേവൻ നായർ. നിളയുടെ കഥാകാരൻ എന്നും MT വാസുദേവൻ നായരിനെ വിളിക്കുന്നുണ്ട്. സരസകവിയാണ് മൂലൂർ എസ് പത്മനാഭ പണിക്കർ. അതൊക്കെ ചോദിക്കാറുള്ളതാണേ. സരസകവി എന്നറിയപ്പെടുന്നത് മൂലൂർ എസ് പത്മനാഭ പണിക്കരാണ്. അപ്പൊ മൂലൂറാണ് സരസകവി. സരസഗായകൻ ആരാണ്? KC കേശവ പിള്ളയാണ് സരസഗായകൻ.
ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്നത് നിങ്ങൾ പെട്ടെന്ന് യേശുദാസിനെ ചിന്തിക്കും. ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്നത് കലാകാരൻ അല്ലെങ്കിൽ കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന ഗാനഗന്ധർവനാണ് ആര്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. സാഹിത്യ പഞ്ചാനൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്നത് PK നാരായണ പിള്ളയാണ്. PK നാരായണ പിള്ളയാണ് സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്നത്. ഗീതകങ്ങളുടെ കവി എന്നറിയപ്പെടുന്നത് MP അപ്പനാണ്. MP അപ്പനാണ് ഗീതകങ്ങളുടെ കവി എന്നറിയപ്പെടുന്നത്. ആരാണ് ഗീതകങ്ങളുടെ കവി എന്നറിയപ്പെടുന്നത്? MP അപ്പനാണ്. സ്പർശിച്ച് ആസ്വദിക്കാവുന്ന കവിതകളുടെ കവി ആരാണ്? നമുക്ക് സ്പർശിച്ച് ആസ്വദിക്കാൻ പറ്റും അങ്ങനെയുള്ള കവിതകൾ എഴുതുന്ന കവിയാണ് നമ്മുടെ സുഗതകുമാരി. ഇനി കുമാരനാശാനെ ആശയഗംഭീരൻ എന്ന് മാത്രമല്ല ഒരുപാട് ലവ് സ്റ്റോറീസ് എഴുതിയിട്ടുള്ള വ്യക്തിയാണ് കുമാരനാശാൻ. സോ സ്നേഹ ഗായകനാണ് കുമാരനാശാൻ. ഇനി ജനകീയ കവിയാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ. തൊഴിലാളി കവി ആരാണ്? കെടാമംഗലം പപ്പുക്കുട്ടിയാണ്. ഈ കെടാമംഗലം പപ്പുക്കുട്ടിയെ പറ്റിയിട്ട് നേരത്തെ ഒരു കാര്യം പഠിച്ചു. എന്താണ്? കേരള മയക്കോവ്സ്കി എന്നറിയപ്പെടുന്നതും ഈ കെടാമംഗലം പപ്പുക്കുട്ടിയാണ്. കെടാമംഗലം പപ്പുക്കുട്ടിയാണ് തൊഴിലാളി കവി എന്നും അറിയപ്പെടുന്നത്. അടുത്തത് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറാണ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. തൂലിക പടവാളാക്കിയ കവി ആരാണ്? വയലാർ രാമവർമ്മയാണ്. തൂലിക അതായത് നമ്മുടെ പേന പടവാളാക്കിയ കവിയാണ് വയലാർ രാമവർമ്മ. പക്ഷെ കവിത ചാട്ടവാറാക്കിയ കവി ആരാണ്? അത് കുഞ്ചൻ നമ്പ്യാറാണ്. ഇനി തൃക്കോട്ടൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് UA ഖാദറാണ്. UA ഖാദറാണ് തൃക്കോട്ടൂരിന്റെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇനിയും ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, മലയാളം ക്ലാസ്സുകൾ തന്നെ. ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് SCRT NCRT കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് എടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.